മുൻ മലപ്പുറം ജില്ലാ സെക്രട്ടറിയുമായിരുന്ന സഖാവ് EN മോഹൻദാസ് നമ്മെ വിട്ടുപിരിഞ്ഞിരിക്കുകയാണ്. EN മോഹൻദാസിൻ്റെ ജീവിതം മുഴുവൻ പാവപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് വേണ്ടി നീക്കിവെച്ച ഒരു ജീവിതമായിരുന്നു. ഏറ്റവും അവസാനമായി നടന്ന LDFൻ്റെ വികസന മുന്നേറ്റ ജാഥയിൽ ആദ്യ അവസാനം ആ ജില്ലയിൽ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നതാണ്. തൊട്ടടുത്ത ദിവസമാണ് അദ്ദേഹം ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടത്. അപ്രതീക്ഷിതമായി എത്തിയ വാർത്ത വലിയ ഞെട്ടലാണ് ഉണ്ടാക്കിയത്. മനുഷ്യസ്നേഹം പ്രസരിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട പൊതുപ്രവർത്തകനും നേതാവുമാണ് ENൻ്റെ വിയോഗത്തിലൂടെ നമുക്ക് നഷ്ടമായിരിക്കുന്നത്. വലുപ്പച്ചെറുപ്പമില്ലാതെ ഏവരോടും സൗമ്യമായും സ്നേഹോഷ്മളമായും പെരുമാറുന്ന സഖാവ് എല്ലാവർക്കും പ്രിയപ്പെട്ട നേതാവായിരുന്നു. രാഷ്ട്രീയ എതിരാളികൾ പോലും രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസമുള്ളപ്പോഴും വലിയ രീതിയിലുള്ള സൗഹൃദം അദ്ദേഹത്തിന് ഉണ്ടാക്കാൻ സാധിച്ചിരുന്നു. മികച്ച അധ്യാപകനും സഹകാരിയും പ്രവർത്തനവുമായി അദ്ദേഹം കൈവച്ച എല്ലാ മേഖലകളിലും തൻ്റെ മികവ് പ്രകടിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട പാർട്ടി നേതാവിനെയാണ് നമുക്ക് നഷ്ടമായത്. ദേശാഭിമാനി യൂണിറ്റ് മലപ്പുറം ജില്ലയിൽ ആരംഭിച്ചപ്പോൾ യൂണിറ്റ് മാനേജരായി സുദീർഘകാലം പ്രവർത്തിച്ചു. CPIMൻ്റെ ഏരിയ കമ്മിറ്റി സെക്രട്ടറിയായും ദീർഘകാലം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം, ജില്ലാ സെക്രട്ടറി, സംസ്ഥാന കമ്മിറ്റി അംഗം, മികച്ച സഹകാരി എന്ന നിലയിലെല്ലാം പ്രവർത്തിച്ച മലപ്പുറം ജില്ലയിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയ്ക്ക് നിസ്തൂലമായ സംഭാവന നൽകിയ സഖാവ് EN മോഹൻദാസിൻ്റെ വിയോഗം, വേർപാട് ഇടതുപക്ഷ പ്രസ്ഥാനത്തിനും മതനിരപേക്ഷ ചേരിക്കും കനത്ത നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്. സഖാവ് ENൻ്റെ കുടുംബാംഗങ്ങളുടെയും പാർട്ടി സഖാക്കളുടെയും വേദനയിൽ പാർട്ടി സംസ്ഥാന കമ്മിറ്റി പങ്കുചേരുകയും അനുശോചനം അറിയിക്കുകയും ചെയ്യുകയാണ്. ദേശീയപാതയുടെ ഉദ്ഘാടന ചടങ്ങ് ഇന്ന് ഉച്ചക്ക് നടക്കുകയാണ്. ആ ചടങ്ങ് യഥാർത്ഥത്തിൽ കേരളത്തെ സംബന്ധിച്ച് അഭിമാനകരമായ ഒരു നേട്ടത്തിൻ്റെ വിളംബരം കൂടിയാണ്. വളരെയേറെ ആഹ്ലാദത്തോടുകൂടിയാണ് കേരളത്തിലെ ജനങ്ങൾ കക്ഷി രാഷ്ട്രീയത്തിനതീതമായി ഈ ഉദ്ഘാടന പരിപാടിയെ കാണേണ്ടിയിരുന്നത്. രാഷ്ട്രീയ പക്ഷപാതപരമായ നിലപാടിൻ്റെ വേദിയാക്കി ഈ പരിപാടി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ, കേന്ദ്ര സർക്കാരിൻ്റെ പരിപാടി മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. കേരളത്തിൽ ദേശീയപാത വികസനം അസാധ്യമാണെന്നും നാഷണൽ ഹൈവേക്ക് വേണ്ടി ഭൂമി ഏറ്റെടുക്കാനാവില്ല എന്നും മുമ്പ് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി വ്യക്തമായും നിലപാട് സ്വീകരിച്ചതിനെ തുടർന്നാണ് നാഷണൽ ഹൈവേ അതോറിറ്റി കേരളത്തിലുള്ള നാഷണൽ ഹൈവേ 66ന്റെ
പ്രവർത്തനം ഉപേക്ഷിച്ച് മടങ്ങിയത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കേരളത്തിൽ അധികാരത്തിൽ വന്നപ്പോൾ നാഷണൽ ഹൈവേ 66 നിർബന്ധപൂർവം കേരളത്തിന് ലഭിക്കേണ്ടുന്ന ഒരവകാശമായിട്ട് അവതരിപ്പിക്കുകയും കേന്ദ്ര മന്ത്രിമാരുൾപ്പെടെ പ്രധാനമന്ത്രി ഉൾപ്പെടെ മുഖ്യമന്ത്രി ചർച്ച നടത്തി അവസാനം നാഷണൽ ഹൈവേ 66 ആരംഭിക്കാനുള്ള നടപടികൾ ആരംഭിക്കുകയും ചെയ്തു. അതിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നം നാഷണൽ ഹൈവേ അതോറിറ്റി സർക്കാരിന് വേണ്ടി കേരളത്തിലെ പൊതുമരാമത്ത് വകുപ്പുമായിട്ടാണ് കരാർ ഒപ്പിടുന്നത്. അങ്ങനെ കേരള സർക്കാരിന് ധനപരമായ പങ്കാളിത്തമുള്ള പദ്ധതിയാണ് നാഷണൽ ഹൈവേ 66. മറ്റൊരു സംസ്ഥാനത്തിലെ നാഷണൽ ഹൈവേക്കും അതത് സംസ്ഥാനത്തിലെ സംസ്ഥാന ഗവൺമെന്റുമായി സാമ്പത്തിക പങ്കാളിത്തമില്ല. ഇപ്പോൾ നമുക്കറിയാം, ഈ നാഷണൽ ഹൈവേ 66 5 സംസ്ഥാനങ്ങളിലൂടെയാണ് കടന്നു വരുന്നത്. മഹാരാഷ്ട്രയിലെ പനവേലിൽ നിന്ന് ആരംഭിച്ച് തമിഴ്നാട്ടിലെ കന്യാകുമാരിയിലാണ് അത് അവസാനിക്കുന്നത്. മഹാരാഷ്ട്ര, ഗോവ, കർണാടകം, കേരള, തമിഴ്നാട് എന്നീ 5 സംസ്ഥാനങ്ങളിൽ കൂടി കടന്നുപോകുന്ന ഈ ദേശീയപാതയുടെ വികസനത്തിന് ഭൂമി ഏറ്റെടുക്കാൻ കേരളമല്ലാതെ മറ്റേതെങ്കിലും സംസ്ഥാനം ഒരു നയാ പൈസ ചെലവഴിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ പദം ഉപയോഗിച്ചത്. കേരള ഗവൺമെന്റിന്റെ കൂടി പങ്കാളിത്തത്തോടുകൂടിയാണ് നാഷണൽ ഹൈവേ 66 പ്രാവർത്തികമാക്കാൻ സാധിച്ചത് എന്നുള്ളത്. കേരള വികസനത്തിന് അനിവാര്യമായ ഒരു കാര്യം എന്ന നിലയിലാണ് ഈ പദ്ധതിയെ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കണ്ടത്. നമുക്കറിയുന്നതുപോലെ 5580 കോടി ഇതിനു വേണ്ടി നൽകിയത് കേരള ഗവൺമെന്റാണ്. കിഫ്ബി വഴിയാണ് നമ്മളത് നൽകിയത്. യഥാർത്ഥത്തിൽ ഈ 5580 കോടി നൽകിയപ്പോൾ ഇതിനെ കേരളത്തിന്റെ കടമെടുപ്പ് പരിധിയിൽ നിന്ന് കേന്ദ്രം വെട്ടിക്കുറച്ചു. രണ്ടും ചേരുമ്പോൾ കേരളത്തിന് വന്ന ബാധ്യത 11,160 കോടി രൂപയാണ്. സത്യം പറഞ്ഞാൽ ഇതാണ് കേരളം ഏറ്റെടുക്കേണ്ടി വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം. കേരളം ചെലവാക്കിയ ഈ പണത്തിന് തിരിച്ചടവില്ല. കേന്ദ്രം ചെലവാക്കാൻ പോകുന്ന പണം മുഴുവൻ പലിശ സഹിതം ടോളായി തിരിച്ചുപിടിക്കുകയും ചെയ്യും. ഇപ്പോൾ കേരളം പൊതുവെ നമ്മുടെ വികസനവുമായി ബന്ധപ്പെട്ടാണ് യഥാർത്ഥത്തിൽ ഈ പണം ചെലവഴിച്ചത് എന്നർത്ഥം. നാഷണൽ ഹൈവേ ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ സമരമാണ് UDFും BJPയും നടത്തിയത്. അതിനെതിരായിട്ട് കണ്ണൂരിലെ തളിപ്പറമ്പിൽ കീഴാറ്റൂരിൽ കോൺഗ്രസും BJPയും നയിച്ച സമരം KPCC മുൻ അധ്യക്ഷൻ VM സുധീരനും BJP നേതാവ് PK കൃഷ്ണദാസും അന്ന് കേരള കോൺഗ്രസ് നേതാവായിരുന്ന PC ജോർജും BJP നേതാവ് ഇന്നത്തെ മന്ത്രിയുമായ സുരേഷ് ഗോപിയും
അവരാണ് ബൈപ്പാസ് വിരുദ്ധ സമരം നയിച്ചത്. നന്ദിഗ്രാമിലെ മണ്ണ് കീഴാറ്റൂരിലിട്ട് അവർ ഹൈവേ വിരുദ്ധ സമരത്തിന് ആക്കം കൂട്ടാൻ ശ്രമിച്ചു. എന്നാൽ ഇതിനെയെല്ലാം ഫലപ്രദമായി പ്രതിരോധിച്ചുകൊണ്ടാണ് ഇന്ന് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന നാഷണൽ ഹൈവേയുടെ 2 റീച്ചുകൾ ഉൾപ്പെടെ മുഴുവൻ റീച്ചും നിർമ്മിക്കാൻ നമുക്ക് സാധിച്ചത്. ഞങ്ങൾ ഈ സംബന്ധിച്ച് ആലോചിച്ചപ്പോൾ നാഷണൽ ഹൈവേ 66 ഇതിന്റെ ഉദ്ഘാടന പരിപാടിയിൽ കേരള ഗവൺമെന്റിന് വേണ്ടി നാഷണൽ ഹൈവേ അതോറിറ്റിയുമായിട്ട് ഒപ്പിട്ട പൊതുമരാമത്ത് വകുപ്പിനെ പൂർണ്ണമായിട്ടും ഒഴിവാക്കിയിരിക്കുകയാണ്. വളരെ വിചിത്രമായ ഒരു കാര്യമായിരുന്നു അത് എന്ന് കാണാൻ കഴിയും. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ മണ്ഡലത്തിലൂടെയാണ് ഈ 2ാമത്തെ ഉദ്ഘാടനം ചെയ്യുന്ന റീച്ച് കടന്നു പോകുന്നത്. രാമനാട്ടുകര അവിടെയാണ്, ആ മണ്ഡലത്തിലാണ്, ബേപ്പൂർ മണ്ഡലത്തിൽ. എന്നിട്ടും അദ്ദേഹത്തെ ഈ പരിപാടിയുടെ ഭാഗമായി ക്ഷണിച്ചില്ല എന്നുള്ളത് വ്യക്തിപരമായ പ്രശ്നമല്ല, കേരളത്തോടെടുക്കുന്ന BJP ഗവൺമെന്റിന്റെ രാഷ്ട്രീയമായ പകപോക്കലാണ്. ഈ സന്ദർഭത്തിൽ അവിടെ ഈ 2 റീച്ചിലും ഒരു ജനകീയ ഉത്സവം പോലെ ഈ സമയത്ത് ഈ 1 മണിക്ക് മന്ത്രിയും MLAയും ജനങ്ങളും എല്ലാം ചേർന്ന് പൊതുജനങ്ങളെല്ലാം അണിനിരത്തി ഒരു ആഘോഷ പരിപാടി, റോഡ് ഷോ ഉൾപ്പെടെ സംഘടിപ്പിക്കുക എന്നത് ഇപ്പോഴവിടെ ജനങ്ങൾ മുൻകൈയെടുത്ത് കൈകാര്യം ചെയ്യുന്നുണ്ട് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. തീർച്ചയായും അത്തരമൊരു പരിപാടി അവിടെ ഒരു ജനകീയ ഉത്സവം പോലെ സംഘടിപ്പിക്കുന്നത് നല്ലത് തന്നെയാണ്. ഈ 1ാമത്തെ റീച്ച് യഥാർത്ഥത്തിൽ കേരളത്തിന്റെ ഒരു അടയാളപ്പെടുത്തൽ കൂടി അതിലുണ്ട്. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ് തലപ്പാടി മുതൽ കാസർഗോഡിന്റെ ഒരു ഭാഗം വരെയുള്ള 39 കിലോമീറ്റർ ദൂരം റോഡ് നിർമ്മിച്ചത്. 1.5 കൊല്ലം മുമ്പ് തന്നെ അത് പൂർത്തിയാക്കുകയും ചെയ്തിട്ടുള്ളതാണ്. നാഷണൽ ഹൈവേ അതോറിറ്റി അവർക്ക് പ്രത്യേകമായ അവാർഡുകൾ നൽകുകയും ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ആ റീച്ച് ഉൾപ്പെടെ ഇന്നിപ്പോൾ ഉദ്ഘാടനം ചെയ്യുന്ന 2 റീച്ചിലും പൊതുജനങ്ങളും ജനപ്രതിനിധികളും മന്ത്രിയും എല്ലാം പങ്കെടുക്കുന്ന ആഘോഷ പരിപാടിയും റോഡ് ഷോയും സംഘടിപ്പിക്കും എന്നും ഈ സന്ദർഭത്തിൽ ഞാൻ അറിയിക്കുകയാണ്. ഇതിന്റെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം, വകുപ്പ് മന്ത്രിയെ അറിയിക്കാതെ അതിൽ പങ്കെടുക്കുന്നത് BJPയുടെ അധ്യക്ഷനായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖരനാണ്. രാജീവ് ചന്ദ്രശേഖരനെ ഏത് പ്രോട്ടോകോൾ അനുസരിച്ചാണ് അതിൽ പങ്കെടുപ്പിക്കുന്നത്? അപ്പോൾ എന്തും ചെയ്യാൻ ഞങ്ങൾക്ക് അവകാശമുണ്ട്. ഒരു ഫാസിസ്റ്റ് പ്രവണത ഉൾക്കൊള്ളുന്ന ഒരു സംവിധാനത്തിന്റെ ഭാഗമായിട്ടുള്ള കാര്യമാണ് ഇതിന്റെ ഭാഗമായിട്ട് കാണാൻ സാധിക്കുക. ഇത് കേരളം ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിപാടിയാണ് എന്നുള്ളതുകൊണ്ട് അതിന്റെ രാഷ്ട്രീയ ഉള്ളടക്കം പക്ഷപാതപരമായ രീതിയിലാണ് എന്ന കാര്യം ചൂണ്ടിക്കാണിച്ച് തന്നെ ജനങ്ങളോടൊപ്പം ചേർന്ന് ഈ ആഘോഷ പരിപാടി വിജയിപ്പിക്കുക എന്നുള്ളത് ഈ 2 റീച്ചിലും ഒരു ഭാഗത്ത് CH കുഞ്ഞമ്പു MLA ഉൾപ്പെടെയുള്ള നേതാക്കൾ കാസർഗോഡ് പരിപാടിയിലും ഇവിടെ കോഴിക്കോട് പരിപാടിയുടെ ഭാഗമായിട്ട് റിയാസ് ഉൾപ്പെടെയുള്ള നേതാക്കളും പങ്കെടുക്കുമെന്ന് തന്നെയാണ് കാണുന്നത്. അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന രീതിയിൽ പറയാനുള്ളത്.
മരുമകനോ മോനോ നോക്കിയിരുന്നല്ലോ കാര്യം. മരുമകനായതുകൊണ്ടാണോ PWD മിനിസ്റ്റർ ആകുന്നത്? മരുമകനായതുകൊണ്ടാണോ നാഷണൽ ഹൈവേ അതോറിറ്റി ഒപ്പിടുമ്പോൾ കേരളത്തിന് വേണ്ടി ഒപ്പിടുന്നത് ഈ വകുപ്പാകുന്നത്? വകുപ്പാണ് പ്രശ്നം. നമുക്ക് സാധാരണ രീതിയിൽ ചെയ്യേണ്ട കാര്യം എന്തെങ്കിലും വെറുതെ വേണ്ടാതെ തോന്നിയാസം ചോദ്യം ചോദിക്കുക എന്ന് മാത്രമേ ഉള്ളൂ അർത്ഥം.